Hi dears, welcome back to my new video. നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന കുറച്ച് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ക്രോഷയിൽ എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ബേസിക് സ്റ്റിച്ചസ് മാത്രമാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ ക്യാൻഡി കെയിൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ റെഡ് കളറിലെ യാണും വൈറ്റ് കളറിലെ യാണും ആണ് എടുത്തിരിക്കുന്നത്. ഇത് വൂളിൻ്റെ യാണാണ്. 2.5 mm ക്രോഷേ ഹുക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ചെറിയൊരു കഷ്ണം സ്റ്റീൽ വയറിൻ്റെ ആവശ്യമുണ്ട്. സോ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റീൽ വയറില്ലേ, ഒരു ചെറിയൊരു പോർഷൻ മാത്രം മതി. സോ നമുക്ക് ഇത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് റെഡ് കളറിലെ യാണിൽ ഒരു 30 ചെയിൻ മേക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇടണം. ഇനി നമുക്ക് ചെയിൻ മേക്ക് ചെയ്യാം. ഫസ്റ്റ് ചെയിൻ, സെക്കൻഡ് ചെയിൻ, തേർഡ് ചെയിൻ, ഇങ്ങനെ 30 ചെയിൻ മേക്ക് ചെയ്തെടുക്കാം. 30 ചെയിൻ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ കൺഫേം ചെയ്യുകയാണ് 30 എണ്ണം ഉണ്ടോ എന്ന് കൗണ്ട് ചെയ്ത് നോക്കുവാണ്. 30 ചെയിൻ മേക്ക് ചെയ്തെടുത്തിട്ട് ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിലോട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യാണ്. ഇതിപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അതേ സെയിം സ്റ്റിച്ചിൽ തന്നെ സെയിം ചെയിനിൽ തന്നെ സെക്കൻഡ് സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. തേർഡ് സിംഗിൾ ക്രോഷയും അതേ സെയിം ചെയിനിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ചെയിനിൽ 3 സിംഗിൾ ക്രോഷേ വെച്ച് ചെയ്യണം. നെക്സ്റ്റ് ചെയിനിൽ ചെയ്യാണ്. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സിംഗിൾ ക്രോഷേ, തേർഡ് വൺ. നമുക്ക് ഈ ത്രൂ ഔട്ട് ചെയിൻ ഫുള്ളായിട്ട് ഈ സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഒരു ചെയിനിൽ തന്നെ 3 സിംഗിൾ ക്രോഷേ വെച്ച്. ഇപ്പോൾ ലാസ്റ്റ് ചെയിൻ ചെയ്യുവാണ്. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ, സെക്കൻഡ് വൺ, തേർഡ് വൺ. ഇനി നമുക്കൊരു ചെയിൻ മേക്ക് ചെയ്യാം. അതിനുശേഷം യാൺ കട്ട് ചെയ്തെടുക്കാം. ഇതായിരിക്കും അതിൻ്റെ ഷേപ്പ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഇതുപോലെ തന്നെ ഞാൻ വൈറ്റ് കളറിലും ചെയ്തെടുത്തു. ഈ 2 കളേഴ്സാണ് ഞാൻ ക്യാൻഡി കെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. മാക്സിമം ശ്രദ്ധിക്കുക, രണ്ട് യാണിൻ്റെയും തിക്നെസ് സെയിം ആയിട്ടിരിക്കണം. അതുപോലെ ഫസ്റ്റ് എടുക്കുന്ന ചെയിൻ്റെ കൗണ്ടും സെയിം ആയിട്ടിരിക്കണം. ഇനി നമുക്ക് ഈ 2 യാണിൻ്റെ എൻഡും കൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ വൈറ്റ് കളറിലെ യാണിലും നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഏത് ടൈപ്പ് യാൺ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു യാണിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഒരെണ്ണത്തിൻ്റെ എൻഡിങ് പോയിന്റും ഒരേ ആംഗിളിൽ വരുന്ന പോലെ വെക്കണം. നമുക്ക് ഇനി ചുറ്റി കൊടുക്കാം. ഇത് രണ്ടും ഒരുമിച്ച് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്താൽ മതി. ഇത് ഫുള്ളായിട്ട് ചുറ്റി കഴിഞ്ഞു. നമുക്ക് ഈ 2 പോയിന്റും കൂടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ നീഡിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ക്രോഷേ ഹുക്ക് തന്നെ യൂസ് ചെയ്ത് നമുക്കിത് ലോക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ.
ലോക്ക് ചെയ്തു. ബാലൻസ് വരുന്ന ഞാൻ ഒരേ ലെങ്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തിട്ട് നമുക്കിത് ഹൈഡ് ചെയ്ത് വെക്കാം. ഇത് റെഡ് കളർ ആയത് കാരണം റെഡ് പോർഷനിൽ തന്നെ നമുക്കിത് ഹൈഡ് ചെയ്യാം. ഹൈഡ് ചെയ്തിട്ടും ബാലൻസ് വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഞാൻ ചെയ്തെടുത്തു. ഇനിയുള്ള സ്റ്റെപ്പിലാണ് നമുക്ക് സ്റ്റീൽ വയറിൻ്റെ ആവശ്യം. സ്റ്റീൽ വയർ ഒത്തിരി ലെങ്തിലൊന്നും വേണ്ട. സ്റ്റീൽ വയർ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ കൂടെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഉള്ളിലോട്ട് കയറ്റി കൊടുക്കണം. ഓരോ ചുറ്റിൻ്റെയും സെൻറ്ററിൽ കൂടെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കണം. ഉള്ളിലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടം സ്റ്റീൽ വയർ വന്നേക്കുന്ന ആ പോർഷൻ്റെ അവിടെ നമുക്ക് ഇങ്ങനെ വളച്ചു കൊടുക്കാം. നമ്മുടെ ക്യാൻഡി കെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യാനായിട്ട് ഒരു വള്ളി ഉണ്ടാക്കി കൊടുക്കാം. അതിനകത്ത് ഹോൾഡ് ചെയ്ത് കൊടുക്കാം. ക്യാൻഡി കെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു വർക്കല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് റീത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. റീത്തിനായിട്ട് ഞാൻ ഗ്രീൻ കളറിലെ യാണാണ് എടുത്തിരിക്കുന്നത്. റീനും ഒരു ചെറിയ പോർഷന് വേണ്ടി മാത്രം റെഡ് കളറിലെ യാണ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഗ്രീൻ കളറിലെ യാണിൽ 50 ചെയിൻ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് 50 ചെയിനാണ് ചെയ്തെടുക്കുന്നത്. ഇതിനകത്ത് ഈ യാൺ കുറച്ച് അക്രിലിക് മിക്സ് ആണ്. 50% അക്രിലിക്കും 50% വൂളിൻ്റെ യാണുമാണിത്. ഈ ഫസ്റ്റ് നമ്മൾ നേരത്തെ ക്യാൻഡി കെയിൻ ചെയ്ത പോലെ തന്നെ ഒരു ചെയിനിൽ 3 സിംഗിൾ ക്രോഷേ വെച്ച് ചെയ്യണം. ഫസ്റ്റ് ചെയിനിൽ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അതേ സെയിം ചെയിനിൽ തന്നെ സെക്കൻഡ് സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. നമുക്ക് തേർഡ് സിംഗിൾ ക്രോഷയും ചെയ്യാം. ഇവിടെ ത്രൂ ഔട്ട് ആയിട്ട് ഈ 50 ചെയിനിൽ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ടെണ്ണം ഞാൻ ചെയ്തെടുത്തു. രണ്ടും ഗ്രീൻ തന്നെ, രണ്ട് ഡിഫറെൻറ്റ് കളറിലാണ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഒരു ഐറ്റം കൂടെ വേണം. അതിനായിട്ട് റെഡ് കളറിൽ ആണ് എടുത്തേക്കുന്നത്. അതിൽ ഫസ്റ്റ് ഒരു മാജിക് റിംഗ് മേക്ക് ചെയ്തെടുക്കണം. അതിനകത്ത് ഒരു 3 ചെയിൻ ചെയ്യാം. അതിനുശേഷം 3 ഡബിൾ ക്രോഷേ ചെയ്യണം. ഫസ്റ്റ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, തേർഡ് വൺ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ചെറിയ ബെല്ല് വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി വീണ്ടും 3 ചെയിൻ ചെയ്തിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടത് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് വീണ്ടും 3 ചെയിൻ ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ 3 ഡബിൾ ക്രോഷേ ചെയ്യണം. ഫസ്റ്റ് വൺ ആണ് ചെയ്തത്. സെക്കൻഡ് വൺ,
ഇനി അടുത്ത തേർഡ് വൺ. ഇനി 3 ചെയിൻ ചെയ്തിട്ട് 3 ചെയിൻ ചെയ്തു. ഇനി സ്ലിപ്പ് നോട്ട് ഇട്ട് ക്ലോസ് ചെയ്യാം. നമുക്ക് യാൺ കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ കുറച്ച് ലെങ്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒത്തിരി ലെങ്ത് ഒന്നും വേണ്ട, കുറച്ച് ലെങ്തിൽ. നമുക്ക് മാജിക് റിംഗ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈ 2 യാണും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ആ ലെങ്തിലെടുത്ത യാൺ ഞാൻ ഇതിൻ്റെ പുറത്തോട്ട് ചുറ്റി എടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ലോക്ക് ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡിയായി. ഇനി നമുക്ക് റീത്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമുക്ക് ഈ രണ്ട് യാണും കൂടെ ഒന്ന് ലോക്ക് ചെയ്യാം. രണ്ട് കളറിലെയും നമുക്കിതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് റെഡും വൈറ്റും തന്നെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരെണ്ണത്തിൻ്റെ സ്റ്റാർട്ടിങ്ങും ഒരെണ്ണത്തിൻ്റെ എൻഡിങ്ങും ഒരേ ആംഗിളിൽ വരുന്ന പോലെ വെച്ചിട്ട് ഇത് ചുറ്റിയെടുക്കാം. ഇത് ചുറ്റിയെടുത്തു. നമുക്കിത് ഇനി റൗണ്ടിലാക്കിയിട്ട് ഇത് ഞാൻ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 2 യാണും ഒരുമിച്ച് ലോക്ക് ചെയ്യാം. 2 സൈഡും ഇതുപോലെ തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് റൗണ്ടിൽ വെക്കുമ്പോൾ രണ്ടും ഒരേ ആംഗിളിൽ വരുന്ന പോലെ ശ്രദ്ധിക്കണം. രണ്ടിൻ്റെയും ചെറിയ പോർഷനുള്ള യാൺ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഒരെണ്ണത്തിൻ്റെ എൻഡ് ആവുന്ന പോർഷനിൽ മറ്റേതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഒരുമിച്ച് വെക്കണം. ഒരുമിച്ച് വെച്ച് രണ്ടും കൂടെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന യാൺ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. മാക്സിമം ഹൈഡ് ചെയ്യുന്നത് സെയിം കളറിലെ യാണിനകത്ത് തന്നെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുക. ബാലൻസ് വന്നത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അത് ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ അതേ ഷേപ്പിൽ വന്നോളൂ. ഇനി നമുക്ക് ആ റെഡ് കളറിലെ പോർഷനും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഗം ഉണ്ടെങ്കിൽ ഗം വെച്ച് നമുക്ക് സ്റ്റിക്ക് ചെയ്യാവുന്നുള്ളൂ. അതല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് തന്നെ കൊടുക്കാം. അപ്പോൾ റീത്തും ക്യാൻഡി കെയിനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് കളറിൽ വേണേൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ സെയിം സ്റ്റിച്ചസ് മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ഇത് രണ്ടും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഇഷ്ടമായെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാൻ മറക്കരുത്. ഇത് നമുക്കൊരു ഓർണമെൻ്റ് ആയിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യാവുന്നതേ ഉള്ളൂ.
സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.